നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പോകാം. കൊലോസ്യർ 3-ൽ ദൈവവചനത്തിലെ ഒരു വലിയ സത്യം ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയും. യേശു ആ ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മളും അവനോടൊപ്പം മരിച്ചു. അത് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ കാര്യം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സമയമെന്ന് പറയുന്ന ഒന്നില്ല. നമ്മൾ കഴിഞ്ഞത്, ഇപ്പോഴുള്ളത്, വരാൻ പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പണ്ടെന്നോ യേശുക്രിസ്തു നമുക്കായിട്ട് മരിച്ചു. നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെയൊന്നുമില്ല. അവന് സമയം എല്ലാം ഒന്നാണ്. നമുക്കത് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അതുകൊണ്ടാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നത്. ദൈവം ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവന് അവൻ്റെ ഓരോ മക്കളുടെയും പേര് ചൊല്ലി അവരെ തിരഞ്ഞെടുക്കാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അവർ ജനിച്ചത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ്. അങ്ങനെ ദൈവം തൻ്റെ മുന്നറിവിൽ ഭാവിയിലേക്ക് നോക്കി അവന് കാണാൻ കഴിയുമായിരുന്നു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കർത്താവിന് കൊടുക്കുമെന്ന്. അങ്ങനെ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. അത് നമ്മൾ പ്രതികരിച്ചുകൊണ്ടാണ്. അല്ലാതെ അവൻ ചില പേരുകൾ യാദൃച്ഛ്യമായി തിരഞ്ഞെടുക്കാറുന്നില്ല. കാരണം അവൻ കണ്ടു ആയിരക്കണക്കിന് വർഷത്തിന് ശേഷം നമ്മളതിനോട് പ്രതികരിക്കുമെന്ന്. നമ്മളെ ദൈവവചനത്തിൽ വായിക്കുന്നു, അവൻ നമ്മുടെ പേര് അവൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരുന്നു. അങ്ങനെ ഈ ഉലക സ്ഥാപനത്തിന് മുമ്പ് നമ്മുടെ പേര് ആ ജീവൻ്റെ പുസ്തകത്തിലുണ്ടെങ്കിൽ എങ്കിൽ യേശു ആ ക്രൂശിൽ മരിച്ചപ്പം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും ആ ജീവൻ്റെ ഭാഗമാണ്. അവരെ എല്ലാവരും യേശുവിനോടൊപ്പം ദൈവം ആ ക്രൂശിലാക്കി. കാരണം അവരെല്ലാവരും ദൈവഹൃദയത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഞാനും ഉണ്ടായിരുന്നെന്ന്. ഞാനും അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. അതുപോലെ ഞാനും അവനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു. ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ അവനോടുകൂടെ എഴുന്നേറ്റു. അനേക ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സ്നാനമെന്ന് പറഞ്ഞാലെന്ന്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വെള്ളം തണിക്കുന്ന ഒരു വലിയ വഞ്ചനയാണെന്ന് പറയുന്നത്. കാരണം അതിൽ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ഇല്ല. ഈ മരണമോ ഉയർത്തെഴുന്നേൽപ്പോ ആണ് യഥാർത്ഥ സ്നാനം. അവിടെ ഒരു കുഴിച്ചിടലും അതുപോലെ ഒരു ഉയർപ്പുമുണ്ട്. അവിടെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് യേശുവിനോടൊപ്പമാണ്. ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. യേശുക്രിസ്തു എനിക്കായിട്ട് മരിച്ചു എന്ന കാര്യമേ മിക്ക ക്രിസ്ത്യാനികൾക്കും അറിയത്തുള്ളൂ. എന്നാൽ നാം അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടതും അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റെന്നുള്ള കാര്യം മിക്കവർക്കും അറിയത്തില്ല. ഇവിടെ നമ്മൾ കാണുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതിൻ്റെ ഫലം എന്തായിരിക്കണം? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് നാം അന്വേഷിക്കുന്നവരായിരിക്കണം. ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പം ഞാൻ അവനോടുകൂടെ മരിക്കുക മാത്രമല്ല ചെയ്തത്, ഞാൻ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇനിയും നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോയാൽ അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഇതിൻ്റെ 5-ാം വാക്യത്തിൽ, അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അത് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. ഭാവിയിൽ എന്നോ നാം അവനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ദൈവവചനം എന്താ പറയുന്നത്? അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു, അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പം. കാരണം ഞാൻ ക്രിസ്തുവിലായതുകൊണ്ട് ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനത്തിന് ഒരിക്കലും വ്യത്യാസമുണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാമോ, ഈ കാര്യത്താൽ നിങ്ങൾ പിടിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മാനുഷികമായിട്ടുള്ള തിരിച്ചറിവ് മരിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, എന്നിട്ട് ദൈവവചനത്തിൽ ദൈവം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ, ഞാൻ ഒന്നുകൂടെ അത് പറയാം. ഈ ഉലക സ്ഥാപനത്തിന് മുമ്പ് അവൻ എന്നെ അറിയാമായിരുന്നു. അവൻ ക്രിസ്തുവിൽ എന്നെ തിരഞ്ഞെടുത്തു. പിന്നെ യേശു മരിച്ചപ്പോൾ ഞാനും അവനോടൊപ്പം മരിച്ചു. കാരണം ഞാൻ ക്രിസ്തുവിലായിരുന്നു. പിന്നെ യേശുവിനെ അവർ കവറടക്കിയപ്പോൾ ഞാനും അവനോടുകൂടെ അടക്കപ്പെട്ടു. പിന്നെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും ഉയർത്തെഴുന്നേറ്റു. കാരണം ഞാൻ അവനിലുണ്ടായിരുന്നു. പിന്നെ യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നു. അപ്പോഴും ഞാൻ ക്രിസ്തുവിലുണ്ട്. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. നിങ്ങളിത് വിശ്വസിക്കുന്നില്ലെങ്കിൽ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലയുമില്ല.
നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് അവനോടുകൂടെ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നെങ്കിൽ എങ്കിൽ നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഉയരത്തിലുള്ള കാര്യമായിരിക്കണം. കാരണം ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ്, നിങ്ങളും അവനിലുണ്ട്. ഇത് സത്യമാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല, ഉയരത്തിലുള്ളത് തന്നെ ഞാൻ അന്വേഷിക്കണം. കാരണം ഞാൻ ഈ ലോകത്തിൽ അവനോടൊപ്പം മരിച്ചിരിക്കുകയാണ്, ഇപ്പം ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം അംഗീകരിക്കാത്തതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികൾ പരാജയപ്പെട്ടവരായി തുടരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ വിട്ടുകളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നത്. കാരണം അവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെന്നുള്ള ആ സത്യം അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇവിടെ ജഡികമായിട്ട് മരിച്ച ഒരു മനുഷ്യൻ കിടക്കുന്നു. ഈ ഭൂമിയിലുള്ള ഒന്നും അവനെ ആകർഷിക്കുന്നില്ല. അത് കഴിഞ്ഞു. മുമ്പ് ഈ ഭൂമിയിലുള്ള കാര്യം അവനെ ആകർഷിച്ചിട്ടുണ്ടാകും. അവൻ മരിച്ച ഉടനെ അവൻ അതിൽ നിന്ന് സ്വതന്ത്രനായി. അവൻ്റെ സ്നേഹിതർ അവനെക്കുറിച്ച് പറയുന്ന അഭിപ്രായത്തിന് ഇപ്പോൾ അവന് വിലയില്ല. അവരെന്തു പറയുന്നു, നല്ലത് പറയുന്നു, മോശം പറയുന്നു. ഭൂമിയുമായിട്ടുള്ള അവൻ്റെ ആ ബന്ധം അത് അവസാനിച്ചു. സുവിശേഷത്തിൻ്റെ ഏറ്റവും മനോഹരമായ സന്ദേശം അതൊരിക്കലും ഇതല്ല, എൻ്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെട്ടു, ഇനിയും ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിരിക്കും. അതിതാണ്, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു, ഈ ഭൂമിയുമായിട്ടുള്ള എൻ്റെ ബന്ധം അത് തകർന്ന് ഇല്ലാതായി, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ. ഇത് സത്യമായിരിക്കുന്നുകൊണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉയരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സ് വയ്ക്കാൻ കഴിയും. എൻ്റെ ക്രിസ്തുവിലുള്ള ഈ നില ഞാൻ അംഗീകരിച്ച് കഴിയുമ്പം അത് പ്രയാസമില്ലാത്തതാവും. ഇത് ഞാൻ അംഗീകരിക്കും. 3-ാം വാക്യം, ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഇനിയും 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുന്ന ഈ വാക്യം അതിൻ്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത് ഒരിക്കലും പ്രസംഗിക്കുന്നവരിത് പറയുന്നത് കേൾക്കാൻ കഴിയില്ല. കാരണം ഇത് വായിച്ചിട്ട് അവർ പറയും ഇത് അസാധ്യമാണ്. 1 യോഹന്നാൻ 2:6 അവനിൽ വസിക്കുന്നു എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ക്രിസ്തുവിലാണ്. എങ്കിൽ അവൻ ക്രിസ്തു എങ്ങനെ നടന്നോ അങ്ങനെ നടക്കേണ്ടതാകുന്നു. ക്രിസ്തു എങ്ങനെയാണ് നടന്നത്? പെട്ടെന്ന് തന്നെ അനേക ആളുകൾ ചിന്തിക്കും, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചു, വെള്ളത്തിന് മീതെ നടന്നു. അതല്ല, ഇവിടെ പറയുന്നത് അവൻ ഈ ഭൂമിയിൽ നടന്നത് ഒരു സ്വർഗീയ മനുഷ്യനായിട്ടായിരുന്നു. അവൻ ഈ ഭൂമിയിൽ നടന്നെങ്കിലും അവൻ അവൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും സ്വർഗത്തിൽ വയ്ക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനം ഇതാണെന്ന് ഞാൻ അംഗീകരിച്ചാൽ എനിക്ക് മനസ്സിലാകും എന്നെ ദൈവം വിളിച്ചത് ഒരു സ്വർഗീയ മനസ്സുള്ള മനുഷ്യനായി ഈ ഭൂമിയിൽ എല്ലാ കാര്യവും ചെയ്യാനാണ്. അതിനർത്ഥം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, എല്ലാറ്റിൽ നിന്നും. പിശാച് ഈ ലോകത്തിൻ്റെ പ്രഭുവാണെന്നാണ് ദൈവവചനം പറയുന്നത്. അവനെ മരുഭൂമിയിലായിരുന്നപ്പോൾ മാത്രമല്ല പിശാച് അവനെ പരീക്ഷിച്ചത്. മരുഭൂമിയിലെ ആ 3 പരീക്ഷകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവൻ്റെ ജീവിതകാലം മുഴുവനായിരുന്നു. പാപം ചെയ്യേണ്ടതിന് മാത്രമായിരുന്നില്ല അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ പരീക്ഷിക്കപ്പെട്ടത്. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിൽ അവൻ്റെ മനസ്സിനെ കൊണ്ട് തളച്ചിടാൻ തക്കവണ്ണം പിശാച് അവനെ പരീക്ഷിച്ചു. പിശാച് പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ നിനക്ക് ഈ ഭൂമിയിലെ സകല മഹത്വവും തരാം. നിങ്ങൾ ചിന്തിക്കുന്നു യേശു അതിനാൽ പരീക്ഷിക്കപ്പെട്ടെന്ന്? ഒരിക്കലുമില്ല. ആരെങ്കിലും യേശുവിന് $1 ബില്യൺ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ ആകർഷിക്കപ്പെടില്ലായിരുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ മഹത്വം കാണിച്ചും അവനെ പരീക്ഷിക്കാൻ കഴിയില്ല. എത്ര ഭോഷത്വമായിട്ടാണ് യേശുവിനെ പിശാച് പരീക്ഷിച്ചത്. നീ എന്നെ വീണ്ടും നമസ്കരിച്ചാൽ എല്ലാ മഹത്വവും ഞാൻ നിനക്ക് തരാം. യേശുവിന് ഈ ഭൂമിയിലുള്ള ഒരു കാര്യത്തിന്മേലും ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ താല്പര്യം ആളുകളെ രക്ഷിച്ച് ദൈവരാജ്യത്തിലെത്തിക്കായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം യോഹന്നാൻ 14 യേശു പറഞ്ഞത്. യോഹന്നാൻ 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, അതിൻ്റെ അവസാന ഭാഗത്ത്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അത് പിശാചാണ്. യേശു തന്നെ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു അത് പിശാചാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനുണ്ട്. എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭു അത് പിശാചാണ്. അത് യേശു തന്നെ പറഞ്ഞ കാര്യമാണ്. ഇന്നും ഈ ലോകത്തെ ഭരിക്കുന്നത് പിശാചാണ്. അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭു വന്നു.
എന്നാൽ അവന് എന്നോട് ഒരു കാര്യവുമില്ല. ആ വാക്കുകൾ എത്ര വലിയ സാക്ഷ്യമാണെന്നറിയാമോ? 33.5 കൊല്ലം ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും യേശുവിൻ്റെ ഹൃദയത്തിലിടാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവൻ പരാജയപ്പെട്ടു. ഒരിക്കലും അവൻ ജയിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഒന്നും അവനില്ലായിരുന്നു. ഒരു ഒറ്റ മേഖലയിൽ പോലും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഈ ലോകത്തിൻ്റെ മൂല്യത്തെ നിക്ഷേപിക്കാനായിട്ട് പിശാചിന് ഒരിക്കലും കഴിഞ്ഞിരുന്നേയില്ല. അതുകൊണ്ട് എനിക്ക് യേശുവിനെ അനുഗമിക്കണമെന്ന് ഞാൻ പറയുന്ന സമയത്ത് ഇതാണ് ആ വെല്ലുവിളി. മാനുഷികമായി പറഞ്ഞാൽ ഇത് അസാധ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യം. അങ്ങനെ മാത്രമേ എൻ്റെ ഹൃദയത്തിലുള്ള ഭൂമിയോടുള്ള എല്ലാ ബന്ധങ്ങളെയും അഴിച്ച് എൻ്റെ ജഡത്തിൽ തന്നെ ഈ ഭൂമിയോട് എനിക്കൊരു ബന്ധമുണ്ട്. അങ്ങനെയാണ് ഞാൻ വർഷങ്ങളായിട്ട് ജീവിച്ചത്. അതിൽ ആനന്ദിച്ചും അതിനോട് ബന്ധപ്പെട്ടും ഇപ്പോൾ എനിക്കതിന് പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതലിൻ്റെ ആവശ്യമുണ്ട്. മാനുഷികമായി പറഞ്ഞാൽ അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഒട്ടുമുക്ക വിശ്വാസികൾ യേശു എൻ്റെ പാപം ക്ഷമിക്കുന്നു എന്ന സുവിശേഷത്തിൽ സംതൃപ്തരായി ജീവിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷത്തിൻ്റെ 2ാം ഭാഗം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, അത് ഞാൻ യേശുവിനോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് കരകയറുകയും ചെയ്തു. സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങൾ വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രസംഗിക്കപ്പെടുന്നുള്ളൂ. നിങ്ങളോട് തന്നെ ചോദിച്ചേ, നിങ്ങൾ യേശുവിനോടുകൂടെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലിരിക്കുന്നു എന്നുള്ള സുവിശേഷം നിങ്ങൾ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഇതാരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ അത് വചനമാണ്. സുവിശേഷത്തിൻ്റെ ഈ ഭാഗം ഇന്ന് മറഞ്ഞിരിക്കുകയാണ്. അനേകം ആളുകൾക്ക് ഈ കാര്യം അറിയാം. റോമൻ കത്തോലിക്കരായ ആളുകൾ സുവിശേഷം മറ്റുള്ളവരോട് അറിയിച്ചപ്പോൾ അവരൊരിക്കലും വിശ്വാസം മൂലമുള്ള രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചില്ലെന്ന്. വിശ്വാസത്താലുള്ള ഈ രക്ഷയെപ്പറ്റി പ്രൊട്ടസ്റ്റന്റ് സഭക്കാരാണ് ആദ്യമായിട്ട് പ്രസംഗിച്ചത്. അതൊരാരംഭമായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകളായി സുവിശേഷത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും പ്രസംഗിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആഴമില്ലാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണത്. ഈ സത്യം ഞാൻ അംഗീകരിക്കാതിരിക്കുകയും എന്നിട്ട് ദൈവവചനം അനുസരിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞാൻ നിരന്തരമായിട്ടൊരു പരാജയമാണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ പോലും സുവിശേഷത്തിൻ്റെ ഈ ഉന്നത നിലവാരം കേൾക്കുമ്പം അവർ പരമാർത്ഥത്തോടെ ശ്രമിച്ചിട്ടും അവർ പരാജിതരാകുന്നു. കാരണം ക്രിസ്തുവിൽ ദൈവം അവർക്ക് കൊടുത്ത അവരുടെ ആ നില അവർ ഗൗരവമായിട്ട് വിശ്വസിക്കുന്നില്ല. ഒരു ദിവസം എൻ്റെ കണ്ണ് തുറന്ന് എൻ്റെ എല്ലാ പാപങ്ങളും ക്രിസ്തുവിൽ ആയിത്തീർന്നെന്ന് ഞാൻ കാണുന്ന പോലെ, ഞാനതെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യമല്ല. യേശു ക്രൂശ് മരിച്ച ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ പാപം ആ ക്രൂശിൽ വെച്ചതും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാനത് അംഗീകരിച്ച് 100% വിശ്വാസത്താലാണ്. അങ്ങനെ തന്നെയാണ് നിങ്ങളും അംഗീകരിച്ചത്. നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടത്. നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇതുപോലെ തന്നെ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളുടെയും ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടെന്ന കാര്യത്തിൽ. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. അതുപോലെ ആത്മീയമായി പറഞ്ഞാൽ ദൈവം നിങ്ങളെ ഇപ്പം ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ്. അങ്ങനെ യേശു ഈ ഭൂമിയിലെ കാര്യങ്ങളെ കണ്ടതുപോലെ നിങ്ങൾക്കും കാണാനായിട്ട് കഴിയും. പൗലോസിന് ഇത് വളരെ യാഥാർത്ഥ്യമായിരുന്നു. പുതിയ നിയമത്തിൽ ഇപ്രകാരം ഒരു വെല്ലുവിളി നിങ്ങൾ കാണുന്ന സമയത്ത് അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നവരെ നമ്മൾ ഒരിക്കലും സ്വസ്ഥരായിരിക്കരുത്. നമ്മുടെ രക്ഷയുടെ ഉറപ്പിൻ്റെ കാര്യം എടുത്തേ. അനേകം വർഷങ്ങൾ ഈ രക്ഷയുടെ ഉറപ്പ് എനിക്കില്ലായിരുന്നു. എൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള അടിസ്ഥാനപരമായ കാര്യത്തിൽ പോലും ഈ രക്ഷയുടെ ഉറപ്പില്ലാത്തടത്തോളം എനിക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കഴിയുകയില്ല. ദൈവം ആ ഉറപ്പ് എനിക്ക് തന്നതിനായിട്ട് നന്ദി. ഒരു ദിവസം എനിക്ക് മനസ്സിലായി എൻ്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിശ്ചയമായൊരു കാര്യം, അതെൻ്റെ ഹൃദയത്തിൽ പാറ പോലെ വന്നു. എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അത് എന്നേക്കുമായിട്ട് മായ്ച്ചു കളഞ്ഞു. എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചു എന്ന് മാത്രമല്ല, ഇനിയും ദൈവം അത് ഒരിക്കലും ഓർക്കത്തില്ല എന്നറിയുന്ന എത്ര വലിയ ആശ്വാസമാണ്. ഇതുപോലെ തന്നെ മറ്റു ചില സത്യങ്ങളിലും എനിക്ക് ഉറപ്പുണ്ടാകുന്ന സമയത്ത് പൗലോസിനെ പോലെ ദൈവം ക്രിസ്തുവിൽ എന്നെ ആക്കി വെച്ചു, ലോകത്തിൽ നിന്ന് എന്നെ വെട്ടിമാറ്റി, ആ ബന്ധം മുറിഞ്ഞുപോയി. അപ്പം നമുക്ക് ഗലാത്യ ലേഖനം 6:14 പൗലോസ് പറയുന്നത് പോലെ പറയാനായിട്ട് കഴിയും. ഗലാത്യ ലേഖനം 6:14 അവൻ പറയുന്നത്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. കാരണം അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറയുന്ന ലോകത്തിന് അവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്നാണ്. നമുക്കറിയാം ഇത് എത്ര വലിയൊരു പോരാട്ടമാണെന്ന്. ദൈവവചനം പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്.
ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തെയും. അതൊരു വലിയ പോരാട്ടമാണ്. ദ്രവ്യാഗ്രഹം വിട്ടുകളയുന്ന മിക്ക ക്രിസ്ത്യാനികൾക്കും വലിയൊരു പോരാട്ടമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ മാനം വിട്ടുകളയുന്നത്, പാപകരമായ സുഖങ്ങളെ വിടുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ചിലർക്ക് അവരുടെ ദൈവം അവരുടെ വയറാണ്, നല്ല ഭക്ഷണത്തോടുള്ള പ്രിയം. അതൊരു വിഗ്രഹം ആകത്തക്കവണ്ണം അതിനെ സ്നേഹിക്കുക. ദൈവവചനം പറയുന്ന ഭക്ഷണം ഒരു വിഗ്രഹമാകാവുന്നതാണ്. ഫിലിപ്പി ലേഖനം 3:19 മുതൽ വായിക്കുക. അതുപോലെ പണവും അനേകർക്കൊരു വിഗ്രഹമാണ്, സ്ഥാനവും മാനങ്ങളും. എന്നാൽ പൗലോസ് പറയുകയാണ്, ഞാൻ മരിച്ചു. ഒരു മരിച്ച മനുഷ്യൻ, അവനെ പിന്നെ ഈ ലോകത്തിലുള്ള ഒരു കാര്യവും ആകർഷിക്കുന്നില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇതുപോലെ തന്നെ സത്യമാണ്. നോക്കൂ, അവൻ സത്യമാണ് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലിവിങ് ബൈബിളിൽ അത് ഇപ്രകാരമാണ് പറയുന്നത്. അത് നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും, ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തോട് എത്ര താല്പര്യമുണ്ടോ അത്രത്തോളം താല്പര്യം എനിക്ക് ഈ ലോകത്തോടുള്ളൂ. ഈ പ്രയോഗം എത്ര മനോഹരമാണ്! ഇതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഒരു മരിച്ച മനുഷ്യന് ഈ ലോകത്തോട് എത്ര താല്പര്യമുണ്ടോ അത്ര താല്പര്യം ഈ ലോകത്തോട് എനിക്കുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ വായിക്കുക, നിങ്ങൾ പറയുക, കർത്താവേ എനിക്കും ഇങ്ങനെ ആകണമെന്ന്. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യ ജീവിതം. അതിലൂടെ നമ്മുടെ അനേക പ്രശ്നങ്ങളും ഉത്കണ്ഠകളും ഭയങ്ങളും ഒക്കെ ഈ നിലപാടുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിന്നില്ലാതാവും. നിങ്ങൾ അവിടെ എത്താൻ ഒരു പക്ഷേ സമയമെടുത്തെന്ന് വരും. എന്നാൽ കർത്താവിനോട്, കർത്താവേ എനിക്കത് വേണം. പൗലോസിൻ്റെ ആ സാക്ഷ്യം എൻ്റെ സാക്ഷ്യമാകുന്നത് വരെ ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ലോകം എന്നെ ആകർഷിക്കുന്നില്ല. ദൈവം തരുന്നത് ഞാൻ സ്വീകരിക്കുന്നു. അത് അല്പമേ ഉള്ളെങ്കിൽ ഞാനൊരു സന്തുഷ്ടനാണ്. കൂടുതൽ ലഭിച്ച ആരുമായിട്ട് ഞാൻ എന്നെ താരതമ്യപ്പെടുത്തത്തില്ല. അതുകൊണ്ട് അസൂയപ്പെടുക എന്നെ സംബന്ധിച്ച് അസാധ്യമാണ്. ഒരാൾ കൂടുതൽ മാനിക്കപ്പെട്ടാലോ, കൂടുതൽ ധനവാനായതുകൊണ്ടോ, അതുപോലെ അവർക്ക് കൂടുതൽ സൗന്ദര്യമുള്ളതുകൊണ്ടോ, ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങൾ അവരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു, എന്നാൽ അവൻ ഒരിക്കലും ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടവനല്ല. അതുകൊണ്ട് അവൻ നിരന്തരമായ പോരാട്ടത്തിലും നിരന്തരമായ പരാജയത്തിലുമാണ്. എന്നിട്ട് അവൻ പ്രതീക്ഷിക്കുന്നു മറ്റുള്ളവർ പറയുന്ന ഈ ക്രിസ്ത്യ ജീവിതം ഞാൻ ഒരു ദിവസം പ്രാപിക്കുമെന്ന്. ഇത് നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൽ ഇതൊരിക്കലും നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. കർത്താവെ, ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണേ. ക്രിസ്തു മരിച്ചപ്പം ഞാനും മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പം അവൻ ലോകത്തിൽ നിന്ന് വേർപെട്ട പോലെ ഞാനും വേർപെട്ടു. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആ സ്വർഗ്ഗസ്ഥലങ്ങളിലിരിക്കുകയാണ്. ഈ ലോകം ഇനി എന്നെ ഒരിക്കലും ആകർഷിക്കുകയില്ല. നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങിയ കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ള ഉയരത്തിലുള്ളത് തന്നെ. ഞാൻ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങളൊരു വിമാനത്തിൽ കയറി പറന്നാൽ ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ വളരെ ചെറുതായിട്ടായിരിക്കും കാണുന്നത്. വീടുകൾ, അത് വളരെ ചെറിയ വീടിൻ്റെ കളിപ്പാട്ടം പോലിരിക്കും. നല്ലൊരു വീടിനെ പറ്റിയുള്ള ചിന്തയിലാണ് അനേകർ ജീവിക്കുന്നത്. നിങ്ങൾ ഉയരത്തിലേക്ക് പോകുമ്പോൾ ആ വലിയ വീടും ആ ചെറിയ വീടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പലരും അവർ മേടിക്കാൻ പോകുന്ന കാറിനെ പറ്റിയുള്ള ചിന്തയിലാണ്. നിങ്ങൾ 30,000 അടി ഉയരത്തിലെത്തിയാൽ വില കൂടിയ കാറും സാധാരണ കാറും തമ്മിൽ വലിയ വ്യത്യാസം കാണത്തില്ല. അത് ഭൂമിയിൽ വളരെ ചെറിയ ഒരു കുത്തുപോലെ മാത്രമേ കാണൂ. ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണ് സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. ഭൂമിയിലുള്ളതെല്ലാം വളരെ ചെറുതാവും. നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ യാഥാർത്ഥ്യമാവും. ഞാൻ ചിന്തിക്കുന്നു ഇത് മനസ്സിലാക്കാനാണ് ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നത്, നമ്മളെ ആ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്ക് ഉയർത്താൻ വേണ്ടി. അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്വർഗത്തിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയും. ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾ നമ്മളെ അതിലേക്ക് ആകർഷിക്കാം. പണവും ജഡിക സുഖങ്ങളും മനുഷ്യൻ്റെ മാനവും, അങ്ങനെ അനേക കാര്യങ്ങൾ. എന്നാൽ ഇത് യേശുവിനെ ഒരിക്കലും ആകർഷിച്ചില്ല. അവനതിൽ പരീക്ഷിക്കപ്പെട്ടു. അത് ചേമ്പലപ്പുറത്ത് വീണ വെള്ളം പോലെ ഒഴുകിപ്പോയി. കാരണം അവനൊരു സ്വർഗീയ മനസ്സുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്വർഗീയ മനസ്സെനിക്കില്ലെങ്കിൽ എനിക്കൊരിക്കലും കർത്താവ് ഞാൻ അവന് വേണ്ടി ചെയ്യണമെന്ന് എന്താഗ്രഹിക്കുമോ അതെനിക്ക് ചെയ്യാനായിട്ട് കഴിയുകയില്ല. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. പുതിയ നിയമസഭയെക്കുറിച്ച് നാം സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ മറ്റാരും പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പുതിയ നിയമസഭയെക്കുറിച്ച് പറയാറുണ്ട്.
എന്നാൽ എന്താണ് ഈ പുതിയ നിയമസഭയും പഴയ നിയമസഭയിലുള്ള പ്രധാന വ്യത്യാസം? അത് പാപക്ഷമ മാത്രമല്ല. പഴയ നിയമത്തിന് കീഴിലും അവർക്ക് പാപത്തിൻ്റെ ക്ഷമയുണ്ടായിരുന്നു. സങ്കീർത്തനം 103, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. എന്നാൽ ഈ പുതിയ നിയമത്തിൽ നമുക്ക് പാപത്തിന്മേൽ ജയമുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാതിരിക്കുന്നുണ്ട്. അവൻ യേശു എന്ന് പേർ വിളിക്കണം. മത്തായി 1:21. എന്നാൽ ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് പഴയ നിയമം ഉൽപ്പത്തി മുതൽ മലാക്കി വരെ അത് ഒരു ഭൗമികമായ പ്രമാണമായിരുന്നു. ഇസ്രായേലിനോട് ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും, ആ വാഗ്ദാനങ്ങളെല്ലാം തന്നെ അതിൻ്റെ A to Z അതെല്ലാം ലൗകികമായിരുന്നു. ലോകപ്രകാരമുള്ള സമൃദ്ധി, ലോകപ്രകാരം അവർക്ക് ധാരാളം സന്താനങ്ങളുണ്ടാവും, അവർക്ക് ഈ ലോകപ്രകാരം ഒത്തിരി സമൃദ്ധി ഉണ്ടാവും, നിലങ്ങളും കന്നുകാലികളും, അതുപോലെ ഈ ഭൂമിയിലുള്ള അവരുടെ ശത്രുക്കന്മാർ അവർക്ക് ജയമുണ്ടാവും. എല്ലാ വാഗ്ദാനങ്ങളും ലൗകികമായിരുന്നു. പഴയ നിയമം മുഴുവനും നോക്കിയാൽ സ്വർഗീയമായ ഒരനുഗ്രഹത്തെപ്പറ്റി ഒരിടത്തും പറയുന്നില്ല, ഒന്നുപോലുമില്ല. സൗഖ്യം അത് ഭൗമികമാണ്, ഭൂമിയിലുണ്ടാകുന്ന രോഗത്തിൽ നിന്നുള്ള സൗഖ്യം. പുതിയ നിയമത്തിൽ ഇതിനെല്ലാം മാറ്റമുണ്ടായി, അത് സ്വർഗീയമാണ്. ഇപ്പം ദൈവം നമുക്ക് തരുന്ന സ്വർഗീയ സമ്പത്താണ്, ഭൂമിയിലെ സമ്പത്തല്ല. അതുകൊണ്ടാണ് യേശുവിനും പൗലോസിനുമൊക്കെ വളരെ കുറച്ച് ഭൗതിക സ്വത്തേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സ്വർഗീയ സമ്പത്താൽ അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരുന്നു. അതുപോലെ പ്രാഥമികമായിട്ടും ദൈവം അവർക്ക് കൊടുത്തത് ശാരീരിക സൗഖ്യമായിരുന്നില്ല. ക്രിസ്ത്യാനികൾ അനുഭവിച്ചതിനേക്കാൾ വളരെ കൂടുതൽ ശാരീരികമായിട്ടുള്ള സൗഖ്യം ഇസ്രായേൽ മക്കളെ പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. പല ദൈവഭക്തരായ ആളുകളും രോഗികളായിട്ടിരുന്നിട്ടുണ്ട്. ഏറ്റവും വലിയ അപ്പോസ്തലനായിരുന്ന പൗലോസ്, അവൻ തന്നെ രോഗിയായിരുന്നു. ശാരീരിക സൗഖ്യത്തെപ്പറ്റി പഴയ നിയമത്തിൽ ഒത്തിരി വാഗ്ദാനങ്ങൾ ഉണ്ടായിരിക്കെ പൗലോസ് ഒരിക്കലും സൗഖ്യം പ്രാപിച്ചില്ല. കാരണം ശാരീരികമായ സൗഖ്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ആത്മീയ രോഗത്തിൽ നിന്നാണ്. ഈ വാക്യം തന്നെ നോക്കിക്കേ. യെശയ്യാവ് 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ വാക്യം 1 പത്രോസിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അത് വളരെ അറിയപ്പെടുന്നൊരു വാക്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനമാണ്. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അനേകം ബന്ധുക്കോസുകാർ പറയുന്ന ഒരു വാക്യമാണിത്, അവർ സൗഖ്യമായെന്ന് പറയാൻ. എങ്കിലും 99.9% ആളുകളും സൗഖ്യപ്പെടുന്നില്ല. അതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവവചനം നിറവേറ്റപ്പെടാതിരിക്കുന്നത്? കാരണം അവർ തെറ്റായിട്ടാണ് അത് ഉദ്ധരിക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ശ്രദ്ധിച്ചു വായിക്കും. 1 പത്രോസ് 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ട അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. എന്തിനു വേണ്ടിയാണ് മരിച്ചത്? രോഗത്തിനു വേണ്ടിയല്ല, പാപത്തിനു വേണ്ടി. അങ്ങനെ നാം നീതിക്ക് ജീവിക്കേണ്ടതിന്, ശാരീരിക സൗഖ്യത്തിനല്ല, നീതിക്ക്. കാരണം അവൻ്റെ അടിപ്പിണലിൽ നിങ്ങളെ സൗഖ്യമാക്കി. എന്തിനാണ് സൗഖ്യം വന്നത്? പാപത്തിന്, നിങ്ങൾ നീതിമാനാകാൻ. എത്ര വ്യക്തമായിട്ടാണ് അത് ആ വചനത്തിൽ പറയുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്ന ആ ശാരീരിക സൗഖ്യം ഇപ്പം ആത്മീയ സൗഖ്യമാണ്. ദൈവം സൗഖ്യമാക്കില്ലെന്നല്ല ഞാൻ പറയുന്നു. ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് അതങ്ങനെ തന്നെ നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ യാഥാർത്ഥ്യമല്ലാത്തൊരു സുവിശേഷം നാം വിശ്വസിക്കും. യേശു രോഗികളെ സൗഖ്യമാക്കുമോ? നിശ്ചയമായിട്ടും. എന്നാൽ എല്ലാവരെയും അല്ല. നിങ്ങൾ ചുറ്റും നോക്കി അത് സത്യമാണെന്ന് കാണും. നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയേ. ഇന്ന് ഞാൻ എൻ്റെ പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ഇപ്പം എൻ്റെ പാപം അപ്പം തന്നെ ക്ഷമിക്കപ്പെടും. ഒരു ചെറിയ സംശയം പോലും അതേപ്പറ്റിയില്ല. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കും. അതിനുവേണ്ടി ഒരു സെക്കൻഡ് പോലും ഞാൻ കാത്തിരിക്കേണ്ട എൻ്റെ പാപം ക്ഷമിക്കപ്പെടാനായിട്ട്. അനേക പെന്തക്കോസുകാരും കരസ്ഥമാറ്റിക്കാരും പറയുന്ന ഈ സൗഖ്യത്തിൻ്റെ സുവിശേഷം ഇതുപോലെ തന്നെയാണെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അവന് സൗഖ്യം വരണം. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല. എങ്കിലും അവരന്ധമായിട്ടത് വിശ്വസിക്കുകയാണ്. അവർ പറയും, നീ ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക, 1 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിൻ്റെ രോഗത്തിന് സൗഖ്യം വരും. അത് എത്ര ഭോഷത്വമാണ്. ദൈവം കരുണ തോന്നി സൗഖ്യമാക്കും, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് ദൈവം അത് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ
എല്ലാവരും എല്ലായ്പ്പോഴും അങ്ങനെ സൗഖ്യമാക്കുന്നില്ല. എത്രയോ അനേകായിരം വളരെ ദൈവഭക്തരായ ക്രിസ്ത്യാനികൾ രോഗത്തിന് സൗഖ്യം വരാതെയും തളർവാദം പിടിച്ചു കിടക്കുന്നവരുമായിട്ടുണ്ട്. എന്താണ് അവർക്ക് സൗഖ്യം കിട്ടാത്തത്? ആരോഗ്യമുള്ള പലരെക്കാളും 100 മടങ്ങ് അവർ ദൈവഭക്തരായ ആളുകളാണ്. കാരണം അവർ ദൈവവചനം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പഴയ നിയമം ഭൗമികമായിരുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. ജഡീകമായൊരു പ്രമാണമായിരുന്നു അത്. എന്നാൽ പുതിയ നിയമം ആത്മീയവും സ്വർഗീയവുമാണ്. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യ ബോധമുള്ളവരായിരിക്കണം. തെറ്റായ ഒരു സുവിശേഷം വിശ്വസിക്കുന്നവരായിരിക്കരുത്. തെറ്റായ ഒരു പഠിപ്പിക്കൽ. നിങ്ങൾ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഞാൻ രോഗിയാകുമ്പോഴൊക്കെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം, ഒരു സംശയമില്ല. അതിന് ഉത്തരവും പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കണം. എന്നാൽ ഞാൻ ദൈവവചനത്തിൽ വായിക്കുന്നു, വലിയ അപ്പോസ്തലനായ പൗലോസ് സൗഖ്യത്തിനായി 3 തവണ പ്രാർത്ഥിച്ചു, എന്നാൽ അവൻ സൗഖ്യമായില്ല. എന്നാൽ അവന് തൻ്റെ കൃപ കൊടുത്തു. ആ കൃപ അവനെ ആ രോഗത്തെ മറികടക്കാനായിട്ട് അവനെ സഹായിച്ചു. അതുപോലെ തന്നെയാണ് തീമോത്തിയോസിൻ്റെ കാര്യം. പൗലോസിൻ്റെ സഹശുശ്രൂഷകൻ. നിങ്ങൾ 1 തീമോത്തിയോസ് 5:21 വായിച്ചാൽ തുടർച്ചയായിട്ടുള്ള വയറുവേദന അവൻ അനുഭവപ്പെടുമായിരുന്നു. എന്നാൽ പൗലോസിൻ്റെ സഹശുശ്രൂഷകന്മാരിൽ തീമോത്തിയോസിനെ പോലെ പൂർണ്ണ ഹൃദയമുള്ള മറ്റൊരു സഹശുശ്രൂഷകനും ഉണ്ടായിരുന്നില്ല. ഇത്ര പൂർണ്ണ ഹൃദയമുള്ള ഈ തീമോത്തിയോസ് ഒരു രോഗിയായിരുന്നു. അവൻ്റെ ആ ഉദര രോഗം അതൊരിക്കലും സൗഖ്യമായില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ പൗലോസ് എത്ര പ്രാവശ്യം അവൻ്റെ തലയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന്? അതവൻ്റെ ജഡത്തിലെ ഒരു ശൂലമായിരുന്നു. എന്നാൽ നിശ്ചയമായിട്ടും തീമോത്തിയോസിന് കൃപ ലഭിച്ചു കാണും. പൗലോസിന് ലഭിച്ച പോലുള്ള ആ കൃപ. എനിക്ക് എപ്പോൾ രോഗമുണ്ടാവുമോ അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത്, ചെറുതോ വലുതോ, ഞാൻ പറയും, കർത്താവേ, പൗലോസിനെ പോലെ ഞാൻ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ അതെനിക്ക് തന്നില്ലെങ്കിലും ഞാൻ നിന്നോട് മത്സരിക്കുകയില്ല. കാരണം ഞാൻ പുതിയ നിയമത്തിലാണ്. എന്നാൽ നീ എനിക്ക് നിൻ്റെ കൃപ തരണം. അതുകൊണ്ട് എനിക്ക് ഈ 2 കാര്യത്തിൽ ഒന്ന് വേണം. ഒന്നെങ്കിൽ സൗഖ്യം, അല്ലെങ്കിൽ കൃപ. എനിക്കുണ്ടായ ഈ കാര്യം അതെൻ്റെ നന്മയ്ക്കായിട്ട് അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്തണം. അതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ലോകപ്രകാരം ഉണ്ടായ ഒരു രോഗം അതെൻ്റെ നന്മയ്ക്കായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തി. നീ ഈ നിലപാട് സ്വീകരിച്ചാൽ നീ എപ്പോഴും ഒരു ജയാളിയായിരിക്കും. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറഞ്ഞ് നിരാശനാകില്ല. കാരണം എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഒന്നെങ്കിൽ സൗഖ്യമാക്കണം, അല്ലെങ്കിൽ അത് കൂടെ പോകാനുള്ള കൃപ തരണം. ഏതാണ് നല്ലത്? അത്. സൗഖ്യമാണ് നല്ലതെങ്കിൽ സൗഖ്യമാക്കുക. ചിലപ്പം ദൈവം അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അതല്ല നല്ലതെന്ന് അങ്ങ് ചിന്തിക്കുന്നെങ്കിൽ, അവൻ എനിക്ക് സൗഖ്യം തരുന്നില്ലെങ്കിൽ, കൃപ തരുന്നതാണ് നല്ലതെന്ന് അവിടുന്ന് ചിന്തിക്കുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സൗഖ്യത്തിൻ്റെ കാര്യത്തിൽ ദൈവവചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ മത്സരിക്കുന്നില്ല. പുതിയ നിയമം എനിക്ക് വാഗ്ദാനം ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം. സ്വർഗീയമായ സൗഖ്യവും അനുഗ്രഹവുമാണ്. ഞാൻ പറയും, കൃപയോ സൗഖ്യമോ എന്തായാലും ഈ 2-ലൊന്ന് എനിക്ക് എപ്പോഴും കിട്ടും. ഞാൻ നിങ്ങളെ ദൈവവചനം കാണിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ഒത്തിരി ആളുകൾ അവർ പല പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ വായിച്ച് ദൈവവചനം തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർ തെറ്റിപ്പോകുന്നു. കാരണം നാം സ്വർഗീയ മനസ്സുള്ളവരായിരിക്കാനാണ് ദൈവം വിളിച്ചെന്നുള്ള കാര്യം അവർക്കറിയില്ല. പുതിയ നിയമമെന്ന് പറഞ്ഞാൽ സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ്. അതൊരിക്കലും ഭൗതിക അനുഗ്രഹങ്ങളല്ല, ആത്മീയ സമ്പത്താണ്. ആത്മീയ സമ്പത്തെന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ്. അതൊരു തെരഞ്ഞെടുപ്പാണ്. കൂടുതൽ പണമാണോ നിനക്ക് വേണ്ടത്, അതോ കൂടുതൽ ക്രിസ്തുവിനെ പോലെ ആകണോ? ഈ കാര്യത്തിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് എന്താണെന്നതിനെ പറ്റി എനിക്കൊരു സംശയവുമില്ല. കർത്താവെ, നിശ്ചയമായിട്ടും എനിക്ക് കൂടുതൽ അങ്ങേ പോലെ ആകണം. എല്ലാവരും ഈ ചോദ്യം തങ്ങളോട് തന്നെ ചോദിക്കണം. ഉദാഹരണത്തിന് തിരഞ്ഞെടുക്കാനായിട്ട് ദൈവം നിങ്ങളെ അനുവദിക്കുന്നു. ശരിയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിയാണ്, വീണ്ടും ജനിച്ചവനാണ്, സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഇപ്പം നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കൂടുതൽ പണമാണോ വേണ്ടത്, അതോ കൂടുതൽ കർത്താവിനെ പോലെ ആകണോ? എന്തായിരിക്കും നിൻ്റെ തിരഞ്ഞെടുപ്പ്? നിങ്ങളോട് തന്നെ ചോദിക്കുക. സത്യസന്ധമായി പറയുക, ഏതായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അല്പം കൊണ്ട് തൃപ്തനായിരിക്കാൻ നിനക്ക് കഴിയുമോ? നീ സ്വർഗത്തിലേക്ക് പോവുകയാണ്, അതിനൊരു വ്യത്യാസമില്ല. എന്നാൽ ഞാൻ ആത്മീയമായിട്ട് വളർന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, എനിക്കിനിയും പണം വേണം. ഞാൻ പറയട്ടെ, ഇതാണ് മിക്ക ക്രിസ്ത്യാനികളും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ജീവിതാവസാനം വരെ അവർ ജഡീകരായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും ദൈവം ആഗ്രഹിക്കുമ്പോൾ സ്വർഗീയ മനസ്സുള്ള ആളുകളായിട്ട് മാറുന്നില്ല. എന്നാൽ എപ്പോഴാണ് അവരിത് മനസ്സിലാക്കുന്നത്, എന്താണ് അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്ന്? അത് ഒരു ദിവസം അവർ യേശുവിനെ മുന്നിക്കുമ്പോഴേ മനസ്സിലാവും. അന്ന് അവർ പറയും, ഓ, ഞാൻ എന്തൊരു മടയനായിരുന്നു. ഞാൻ ഇന്ന് കണ്ട് നാളെ മാറിപ്പോകുന്ന താൽക്കാലിക കാര്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് നിത്യതയിൽ എന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളെയാണ് തള്ളിക്കളഞ്ഞത്. നീ സ്വർഗത്തിൽ പോകുമായിരിക്കും, എന്നാലും എനിക്ക് കൃത്യമായിട്ട് അത് പറയാൻ അറിയില്ലെങ്കിലും നിത്യത മുഴുവനും ചില കാര്യങ്ങളിൽ അവർ വലിയ നഷ്ടം അനുഭവിക്കേണ്ടി വരും. കാരണം അവരുടെ തെരഞ്ഞെടുപ്പ് ഭൂമിയിലുള്ള കാര്യമായിരുന്നു, സ്വർഗീയ കാര്യങ്ങളായിരുന്നില്ല. അവർ പഴയ നിയമത്തിൻ്റെ കീഴിലായിരുന്നു, പുതിയ നിയമത്തിന് കീഴിലായിരുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ധാരണയോടുകൂടിയാണ് നിങ്ങൾ പുതിയ നിയമം വായിക്കുന്നതെങ്കിൽ അത് പൂർണ്ണമായിട്ടും വ്യത്യസ്തമായിരിക്കും. നമുക്ക് വേണ്ടി ഒരു സന്ദേശം അതിൻ്റെ ഓരോ പേജിലും നിങ്ങൾ കാണും. അതിൽ വായിക്കുന്നതൊക്കെ
നിങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളായിരിക്കും. ഒരു ചിത്രത്തിൻ്റെ ഫലഭാഗങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് വെച്ചാൽ അതൊരു പൂർണ്ണ ചിത്രമാകുന്ന പോലെ ഇവിടെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തരാനായിട്ട് നാം കർത്താവിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവെ, അങ്ങയോടൊന്നാകുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിക്കണം. ഇത് അപ്പോസ്തലനായ പൗലോസ് നിരന്തരമായിട്ട് പ്രസംഗിച്ച കാര്യമാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരിക്കലും ഇതേപ്പറ്റി പ്രസംഗിച്ചിരുന്നില്ല. ഒരിക്കൽ പോലും ഇതിനെപ്പറ്റി യേശു സംസാരിച്ചില്ല. ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോകുകയാണെന്ന് യേശു പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഭൂമി വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനാണെന്നും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. എന്നാൽ യേശു ഒരിക്കലും പറഞ്ഞില്ല, എന്നാൽ ഞാൻ മരിക്കുമ്പോൾ നിങ്ങളും ആ മരണത്തിൽ പങ്കാളിയാവുന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് അവനത് പറയാഞ്ഞ? അവനതറിയില്ലായിരുന്നു? നിശ്ചയമായിട്ടും അതിന് കാരണം യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണിത്. ഗൗരവമായിട്ട് നിങ്ങളത് ധ്യാനിക്കണം. യോഹന്നാൻ 16-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട വരമാണ്. അത് പ്രാഥമികമായിട്ടും അന്യഭാഷ പറയുന്നില്ല. അത് രണ്ടാമത്തെ കാര്യമാണ്. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്. ഞാനത് എൻ്റെ വാക്കി പറയാം. അത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കോളേജിൽ പഠിക്കേണ്ട കണക്ക് പഠിപ്പിക്കുന്ന പോലാണ്. അവനെന്ത് മനസ്സിലാവും? നിങ്ങൾ ആ കുഞ്ഞിനോട് പറയാണ് 2 2 4 പഠിക്കുന്നതിനേക്കാൾ വളരെ കൂടുതൽ കണക്കിൽ പഠിക്കാനുണ്ട്. 3 3 6. മോനെ, നീ ഇപ്പോൾ പഠിക്കുന്ന കിൻഡർ ഗാർഡനിലാണ്. കുഞ്ഞെ, നിനക്കിപ്പോൾ അത് മനസ്സിലാകുകയില്ല. എന്നാൽ നീ പൂർണ്ണ ഹൃദയത്തോടെ പഠിച്ചുകൊണ്ടേ ഇരുന്നാൽ ഒരു ദിവസം നിനക്കത് മനസ്സിലാവും. അതാണ് യേശു പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് പല കാര്യങ്ങളും പറയാനുണ്ട്, എന്നാൽ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ എന്നും നിങ്ങളങ്ങനെ ആയിരിക്കണ്ട. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അത് വരുമ്പം, അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പം, ആ സമയത്ത് പരിശുദ്ധാത്മാവ് വെളിയിലായിരുന്നു. പഴയ നിയമത്തിൽ ഉടനീളം അത് വെളിയിലായിരുന്നു. എന്നാൽ അവൻ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പം അവൻ ആന്തരികമായിട്ട് എല്ലാ സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ആ മുഴു സത്യത്തിലും 100% ആ പൂർണ്ണവൃത്തം. ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശമേ നീ കാണുന്നുള്ളൂ. നിങ്ങൾക്കറിയാലോ, ഒരു പൂർണ്ണ വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം പെയിൻറ്റ് ചെയ്യുന്ന പോലെ. അതാണ് പാപക്ഷമയെന്ന് പറയുന്നത്. യേശു പറയാണ്, അതുമാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നുള്ളൂ. ആ വൃത്തത്തിൽ ഇനി അനേക കാര്യങ്ങളുണ്ട്. ഞാനതിപ്പോൾ നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ പോലെ PhD പഠിപ്പിക്കുന്ന കണക്ക് 5 വയസ്സുള്ളൊരു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന പോലാണ്. അതെല്ലാം ശരിയാണ്. എന്നാൽ അവൻ എന്ത് മനസ്സിലാകും? യേശുവിന് അതെല്ലാം വിവരിക്കാമായിരുന്നു. റോമർ 6 കൊലോസ്യർ 3 ഒക്കെ പറയുന്ന കാര്യങ്ങൾ അവനത് പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാകുകയില്ലായിരുന്നു. അതിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അവൻ വരുമ്പം അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? 14-ാം വാക്യം നോക്കിയേ. ആ വാക്യത്തിൻ്റെ ആദ്യഭാവം, അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങളെ അറിയിച്ചു തരും. ആന്തരികമായ കാര്യം. യേശു പുറമേ ചെയ്ത കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യമില്ല. അവൻ രോഗികളെ സൗഖ്യമാക്കി. ഒരു നിരീശ്വരനും വേദപുസ്തകം വായിച്ചത് മനസ്സിലാക്കാം. നിങ്ങളൊരു നിരീശ്വരവാദിയാണെങ്കിൽ വെള്ളത്തിന് മീതെ നടന്ന് രോഗിയെ സൗഖ്യമാക്കിയതൊക്കെ മനസ്സിലാകും. 5 അപ്പം 5000 ആക്കിയത്, യേശു ചെയ്ത എല്ലാ അത്ഭുതവും ഒരു നിരീശ്വരവാദിക്കും വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരണം. അത് ഈ പുറമേയുള്ള കാര്യങ്ങളല്ല, ആന്തരികമായ കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. തങ്ങളുടെ പുറമേയുള്ള കാര്യങ്ങളിൽ മാത്രം തൽപരരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ, അവരുടെ ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൽ കൂടെ സഭയിലുള്ള മറ്റാളുകളിൽ ഞാനൊരു മതിപ്പുളവാക്കുന്നുണ്ടോ? എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു നല്ല സാക്ഷ്യമുണ്ടോ? ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് അവർ ചിന്തിക്കുന്നു. പുറമേയുള്ള കാര്യങ്ങളിൽ തൽപരരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ, അവർക്ക് കാണാൻ കഴിയുന്നത് ഈ പുറമേയുള്ള ക്രിസ്തുവിനെ മാത്രമായിരിക്കും. ശരിയാണ്, അവൻ ആളുകളുടെ കാല് കഴുകി, അവൻ കരുണയുള്ളവനാണ്, സാധുക്കളെ സഹായിക്കുന്നു. ശരിയാണ്, അവൻ അതെല്ലാം ചെയ്തു. പുറമേയുള്ള ആ കാര്യങ്ങൾ. മിക്ക ആളുകളും പുറമേയുള്ള ഈ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ്റെ മൂല്യബോധ്യം എന്തായിരുന്നു? ആന്തരികമായിട്ട് ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ ആ
ആന്തരിക ജീവിതം വെളിപ്പെടുകയുള്ളൂ. മറ്റാളുകൾ എന്ത് ചിന്തിക്കുമെന്നല്ല അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കൂ, ആന്തരികമായിട്ട് കർത്താവിനോടൊപ്പം നടക്കുന്നതിലാണോ നിങ്ങൾക്ക് താല്പര്യം, അതോ സഭയിലുള്ള മറ്റാളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം മാത്രമാണോ? അതാണ് തീരുമാനിക്കുന്നത് യേശുവിൻ്റെ ആന്തരിക ജീവൻ നിങ്ങൾക്ക് അറിയാമോ ഇല്ലയോ എന്നുള്ളത്. അതോ പുറമേയുള്ള ക്രിസ്തുവിനെ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ? നിങ്ങൾ വന്നൊരു സന്ദേശം കേൾക്കുമ്പോൾ പോലും അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അതിനകത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കാരണം ആന്തരികമായിട്ട് ക്രിസ്തുവിനോടൊപ്പം നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇതെല്ലാം ആശ്രയിച്ചിരിക്കുന്ന എത്രമാത്രം നിങ്ങൾ അകത്തെത്ര സ്വർഗീയ മനസ്സുള്ളവനാകാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ആഗ്രഹം എന്തോ അതനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ ആഗ്രഹത്തിൻ്റെ ആഴമനുസരിച്ച്. പിന്നെ അവൻ തുടർന്ന് പറയുകയാണ്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. 15-ാം വാക്യത്തിൽ അതേ കാര്യം യേശു പിന്നെയും പറയുകയാണ്. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരും. അറിയിച്ചു തരിക എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി തരും. അത് മറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് അവൻ വെളിപ്പെടുത്തി തരും. ഞാൻ അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോൾ അതിൽ ഞാൻ ക്രിസ്തുവിനോട് മരിച്ചെന്ന് വായിക്കുമ്പോൾ റോമാലേഖനം 6:4 സ്നാനത്തിൽ അവനോടൊപ്പം കുഴിച്ചിടപ്പെടുകയും അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അത് യേശു എന്നോട് സംസാരിക്കുകയാണ്, പൗലോസല്ല. അത് സുവിശേഷ ഭാഗങ്ങളിൽ യേശു പറയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. കാരണം അന്ന് അവർക്കത് മനസ്സിലാകില്ലായിരുന്നു. ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യേശുവിന് പറയാൻ കഴിയുമായിരുന്നു. ഉദാഹരണത്തിന്, യേശുവിൻ്റെ ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മളെ പരീക്ഷിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിലും എല്ലാ ദിവസവും നമ്മളെപ്പോലെ തന്നെ യേശു പരീക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് സുവിശേഷ ഭാഗങ്ങൾ എഴുതാതിരുന്നത്? പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായൊരു സത്യമാണത്. എന്തുകൊണ്ടാണ് സുവിശേഷത്തിൽ അത് എഴുതാതിരുന്നത്? കാരണം അവർക്കത് മനസ്സിലാവുമായിരുന്നില്ല. കാരണം അവരുടെ ജീവിതം മുഴുവനും പുറമേയുള്ള കാര്യങ്ങൾ കേന്ദ്രീകൃതമായിരുന്നു. അതിൻ്റെ തെളിവിതാണ്, 3.5 വർഷം അവർ യേശുക്രിസ്തുവിനോടുകൂടെ നടന്നതിന് ശേഷവും ആ അന്ത്യ അത്താഴത്തിൽ അവരെന്താണ് ചർച്ച ചെയ്യുന്നത്? അവർ ചർച്ച ചെയ്തത്, നമ്മുടെ നേതാവ് മരിക്കാൻ പോവുകയാണ്, ആരായിരിക്കണം അടുത്ത നേതാവ്? നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവർക്ക് അതിനെക്കുറിച്ചല്ലായിരുന്നു സങ്കടം. അവർ ചർച്ച ചെയ്ത്, ഇനി ആരായിരിക്കും ഇതിൻ്റെ നേതാവ്? എല്ലാവരും അവരുടെ ഇടയിൽ വലിയവൻ ആരാണെന്നുള്ള ചർച്ചയായിരുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ, യേശുവിനോടുകൂടെ 3.5 കൊല്ലം നടന്ന ശേഷവും ഇപ്പോഴും അവർ തമ്മിൽ വാദിക്കുന്നത് ആരാണ് വലിയവനെന്നുള്ള കാര്യമാണ്. ഞാനവരെ ചെറുതായി കാണുന്നില്ല. നീയും ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ നീയും അതുപോലെ തന്നെ ആയിരുന്നേനും. പരിശുദ്ധാത്മാവാണ് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഇന്നും ക്രിസ്ത്യാനികൾ തങ്ങളെയും മറ്റുള്ളവരെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നത്? എപ്പോഴും അവർ ചിന്തിക്കും, ഞാൻ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണ്. എന്നിട്ടത് തെളിയിക്കാൻ ശ്രമിക്കുന്നു. നിന്നേക്കാളും മെച്ചമായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാളേക്കാൾ മെച്ചമായിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയാം. കർത്താവിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നു. അവരും അന്ത്യ അത്താഴത്തിലിരുന്ന ആ ശിഷ്യന്മാരും തമ്മിൽ എന്താണ് വ്യത്യാസം? പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ഒരു വ്യത്യാസവുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ നിറച്ചു കഴിയുമ്പോൾ അത് വളരെ വളരെ വ്യത്യാസമായിരിക്കും. സ്വർഗം താണിറങ്ങി വന്നല്ലോ എന്നുള്ള ആ പാട്ട് നമ്മൾ പാടി. ഞാൻ വിശ്വസിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ അതാണ് സംഭവിച്ചത്. ആ സ്വർഗത്തിൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിലേക്ക് താണിറക്കിക്കൊണ്ടുവന്നു. പിന്നെ അവരൊരിക്കലും തമ്മിൽ വാദിച്ചില്ല ആരാണ് നേതാവെന്നുള്ള കാര്യം. മറ്റൊരാൾ ആ നേതാവാകുന്നതിൽ അവർ സന്തോഷിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നു. പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള ഈ ഉപദേശം ആളുകളുടെ ഇടയിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. ഈ ക്രിസ്തീയ ലോകത്തിൽ ഇത്രമാത്രം മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു ഉപദേശവുമില്ല. അവരതിൻ്റെ പേരിൽ അനേക ജാലവിദ്യകൾ കാണിക്കുന്നു, അനേക തരത്തിലുള്ള തട്ടിപ്പ്, എന്നിട്ട് അതിനെ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നു. എല്ലാം പുറമേയുള്ള കാര്യമാണ്. അത് അന്യഭാഷ പറയുന്നതോ, നിലത്ത് കിടന്ന് ഉരുളുന്നതോ, കാലിട്ടടിക്കുന്നതോ, നിലവിളിക്കുന്നതോ, ഇങ്ങനെ പല കാര്യങ്ങളെല്ലാം പുറമേ ഉള്ളതാണ്. എവിടെയാണ് ആളുകൾ ഇങ്ങനെ പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഞാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞെന്ന്? എൻ്റെ ഉള്ളിലൊരു വലിയ വ്യത്യാസമുണ്ടായി. എൻ്റെ ഉള്ളിലുള്ള ആ കോപത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഉള്ളിലുള്ള അസൂയയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഉള്ളിലുള്ള ആ ദ്രവ്യാഗ്രഹത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. മറ്റുള്ളവരോടുള്ള എൻ്റെ ആ മോശം മനോഭാവത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ക്ഷമിക്കാത്ത മനോഭാവത്തിൽ നിന്ന്. നീ വളരെ ഭാരപ്പെട്ടാലായിരിക്കും ആരോടെങ്കിലും ക്ഷമിക്കുന്നു. അതിന് കാരണം നീ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സ്വർഗത്തിലുള്ളവർ വളരെ പ്രയാസപ്പെട്ടാണ് ആരോടെങ്കിലും ക്ഷമിക്കുന്നതെന്ന്? ഒരിക്കലുമല്ല. ഞാൻ ക്രിസ്തുവിനോടൊപ്പം ആ സ്വർഗ്ഗസ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ
ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 3 നാം വായിച്ചത് ഈ വെല്ലുവിളിയാണ്. നിങ്ങൾ ഉയരത്തിലുള്ളതായിരിക്കണം അന്വേഷിക്കേണ്ടത്. ഞാൻ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ദൈവവചനം ഒരു കാര്യത്തിനാണ് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കവിടെ എങ്ങനെ എത്താൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. ശരി, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. കൊലോസ്യർ 3:2 അതാണല്ലോ നാം ഇപ്പോൾ വായിച്ചത്. ഇതെങ്ങനെ ചെയ്യാൻ കഴിയും? ദൈവവചനം പറയുന്നത് നിങ്ങളുടെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലുള്ള കാര്യത്തിലായിരിക്കണം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല. കർത്താവേ, ശരി, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ചില ആളുകൾ ഇതെങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാറില്ല. അവർ പറയും, ശരി, അവർ ശ്രമിക്കും. അത് നിങ്ങളുടെ പരിശ്രമം കൊണ്ട് നിങ്ങൾ പാപത്തിൻ്റെ ക്ഷമ നേടാൻ ആഗ്രഹിക്കുന്ന പോലാണ്. അതുകൊണ്ടത് കിട്ടില്ല. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം ഞാൻ വായിച്ചപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു. നിങ്ങൾ ഈ ഗിരിപ്രഭാഷണം വായിക്കുമ്പം ആത്മാർത്ഥമായിട്ട് നിങ്ങളത് വായിക്കുന്നെങ്കിൽ, ഇത് യേശുവിൻ്റെ വാക്കുകളാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ അവിടുന്ന് ചിലത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം നമുക്ക് മത്തായി 5:20 വായിക്കാം. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, കവിയുക എന്നാണ് അവിടെ പറയുന്നത്. പരീശന്മാരുടെ ആ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. നമുക്കവിടെ നിർത്താം. നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ ഇത്? പരീശന്മാർക്ക് പുറമേ ഉള്ള വളരെ ഉയർന്ന ഒരു നീതി ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2 വട്ടം അവർ ഉപവസിച്ചു, ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, അവരുടെ എല്ലാ വരുമാനത്തിനും 10% അവർ കൊടുത്തു. നിങ്ങളുടെ നീതി അതിനെ കവിയണമെന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കർത്താവ് പറഞ്ഞു, ഞാനത് നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇതിൻ്റെ ഒരു വിവരണമാണ് തുടർന്ന് ഗിരിപ്രഭാഷണം മുഴുവനും യേശു പറയുന്നത്. ഈ വചനത്തിൻ്റെ വ്യാഖ്യാനമാണ്. അവൻ പറയുന്ന പരീശന്മാർക്ക് പഴയ നിയമപ്രകാരമുള്ള ഒരു നീതിയുണ്ട്, നിങ്ങൾക്ക് അതിനെ കവിയുന്ന ഒരു നീതി ഉണ്ടായിരിക്കണം. അതാണ് പുതിയ നിയമത്തിൻ്റെ നീതി. അങ്ങനെയാണ് പരീശന്മാരുടെ നീതിയെ കവിയുന്ന നീതി നമുക്ക് പ്രാപിക്കാൻ കഴിയും. അവൻ അതേപ്പറ്റിയാണ് വിവരിക്കുന്നത്. ഉദാഹരണത്തിന് പരീശന്മാരുടെ നീതി 21 വാക്യത്തിൽ കുല ചെയ്യരുത്. പുതിയ നിയമത്തിൻ്റെ നീതി ആന്തരികമായ കൊലപാതകമാണ്, കോപിക്കരുത്. 22 വാക്യം. പഴയ നിയമത്തിലെ നീതി എന്ന് പറഞ്ഞാൽ പുറമെ വ്യഭിചാരം ചെയ്യരുത്. 27 വാക്യം. പുതിയ നിയമത്തിലെ നീതി എന്ന് പറഞ്ഞാൽ 28 വാക്യം. ആന്തരികമായി നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. യേശു ഇവിടെ വിവരിക്കുകയാണ് നിങ്ങളുടെ നീതി എങ്ങനെ പരീശന്മാരുടെ നീതിയെ കവിയാൻ കഴിയും. പരീശന്മാരുടെ നീതി അത് പുറമേ ഉള്ളതായിരുന്നു, നിങ്ങളുടേത് ഉള്ളിൽ നിന്നായിരിക്കണം. പിന്നെയും പഴയ നിയമത്തിലെ നീതി 33 വാക്യം. നീ ഒരു സത്യം ചെയ്യുമ്പം നീ സത്യമേ പറയാവൂ. പുറമേ ഉള്ള കാര്യം, നീ ദൈവവചനത്തിൽ കൈവയ്ക്കുന്നു, ഞാൻ സത്യം പറയുന്നെന്ന് പറയുന്നു. യേശു പറഞ്ഞു, നീ ഒരു കാര്യം ഊവെന്ന് പറഞ്ഞാൽ അത് ഊവായിരിക്കണം. നീ ഒരു ദൈവവചനത്തെ കൈവച്ചുകൊണ്ട് ഞാൻ സത്യമാണ് പറയുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. ആന്തരികമായി നീ ഒരു സത്യമുള്ള ഒരാളായിരിക്കണം. ഇതുപോലെ തന്നെ പഴയ നിയമത്തിലെ നിയമം ഇതായിരുന്നു, നിൻ്റെ അയൽവക്കത്തുകാരൻ നിന്നെ അടിച്ച് നിൻ്റെ ഒരു കണ്ണ് പോയാൽ അവൻ്റെ കണ്ണും എടുക്കുക. അതിൻ്റെ അർത്ഥം 2 കണ്ണും എടുക്കരുത്, ഒരു കണ്ണേ എടുക്കാവൂ. പഴയ നിയമത്തിൽ അങ്ങനെ ആയിരുന്നു, ഒരുവൻ്റെ ഒരു കണ്ണെടുത്താൽ അവൻ മറ്റവൻ്റെ മറ്റേ കണ്ണും എടുക്കും. എന്നാൽ യേശു പറഞ്ഞു, അല്ല, പുതിയ നിയമത്തിൽ നീ അവനോട് ക്ഷമിക്കണം. പിന്നെയും തുടർന്ന് 6 അധ്യായത്തിൽ പറയുകയാണ്, പഴയ നിയമത്തിൽ ഊന്നൽ പ്രാർത്ഥനയ്ക്കായിരുന്നു, പുതിയ നിയമത്തിൽ ഊന്നൽ നീ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നാണ്. നീ എത്ര പ്രാർത്ഥിക്കുന്നു എന്നല്ല, എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുക. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നും ഞാൻ കാണുന്ന ഒത്തിരി ക്രിസ്ത്യാനികൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലാണ് ഊന്നൽ. 2 മണിക്കൂറാണോ 3 മണിക്കൂറാണോ? യേശു അതിനൊരിക്കലും ഊന്നൽ കൊടുത്തില്ല. എങ്ങനെയാണ് നീ പ്രാർത്ഥിക്കുന്നതെന്നാണ് അവൻ ചോദിക്കുന്നത്. അത് രഹസ്യത്തിലാണോ, ദൈവം കാണാൻ വേണ്ടി, അതോ മറ്റുള്ളവർ കേൾക്കാനാണോ നീ പ്രാർത്ഥിക്കുന്നത്? അതിനാണ് ഊന്നൽ. അതെപ്പോഴും അകത്തെ ജീവിതത്തിനാണ്, പുറമേയുള്ള കാര്യത്തിലല്ല. എങ്കിലും ഒത്തിരി ആളുകൾ ഇത്ര സമയം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. അല്ലെങ്കിൽ ഉപവസിക്കുന്നത്, എത്ര ദിവസം നീ ഉപവസിച്ചെന്നല്ല, എന്നാൽ അത് രഹസ്യമാണോ, ആളുകളെ കാണിക്കാനല്ല. അല്ലെങ്കിൽ പണം കൊടുക്കുന്നത്, മത്തായി 6 ഇതെല്ലാം കാണുന്നുണ്ട്. എത്ര നിങ്ങൾ കൊടുത്തെന്നല്ല, അത് രഹസ്യത്തിലാണോ, ദൈവത്തിന് മുമ്പാകെയാണോ? ഇത് എത്ര ഉയർന്ന ഒരു നിലവാരമാണ്. ഉദാഹരണത്തിന്, ദൈവത്തെ മാമോനെയും സേവിക്കാൻ കഴിയുന്ന 24 വാക്യം പറയുന്നു, വിചാരപ്പെടരുത്. ഇങ്ങനെ എത്രയോ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. എത്രയോ ഉയർന്ന ഒരു നിലവാരം. ഈ ഗിരിപ്രഭാഷണം അവസാനിക്കുമ്പം, ശരി കർത്താവ്, എനിക്ക് മനസ്സിലായി പരീശന്മാരുടെ നീതിയേക്കാൾ ഞങ്ങളുടെ നീതി എങ്ങനെ ഉയർന്നിരിക്കണമെന്ന്. അത് ഭൗമികമല്ല, സ്വർഗീയമാണ്.
ഈ ഗിരിപ്രഭാഷണം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ? എങ്ങനെ എനിക്കിത് നിവർത്തിക്കാൻ കഴിയും? അനേകരും ഈ ചോദ്യം ചോദിക്കാറില്ല. അവരിത് വായിക്കും, എന്നിട്ട് പറയും ഇതൊന്നും സാധ്യമല്ല, ഇത് വിട്ടിട്ട് നമുക്ക് അടുത്ത അധ്യായം വായിക്കാം. എന്നാൽ പരമാർത്ഥതയുള്ളൊരു ക്രിസ്ത്യാനി അവൻ പറയും, കർത്താവെ നീ ഇത് അർത്ഥമാക്കി പറയണം. എങ്ങനെയാണ് കർത്താവെ എനിക്കിത് സാധ്യമാകുന്നത്? അതിൻ്റെ ഉത്തരവ് ഇവിടുണ്ട്. മത്തായി 7:7. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മുട്ടുവീൻ, എന്നാൽ തുറക്കപ്പെടും. അന്വേഷിപ്പീൻ, കണ്ടെത്തും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് യാചിക്കുകയും മുട്ടുകയും അന്വേഷിക്കുകയും ചെയ്യണം ഈ ജീവിതത്തിനായി. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് അവൻ തരും. ഗിരിപ്രഭാഷണം വായിക്കുമ്പം അത് നമ്മളെ വെല്ലുവിളിക്കുന്ന പോലാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നിങ്ങൾ ആത്മാർത്ഥമുള്ള ക്രിസ്ത്യാനിയാണെങ്കിൽ, പൂർണ്ണമായ സത്യസന്ധനാണെങ്കിൽ, നീ അങ്ങനെയാണെങ്കിൽ നീയും പറയും, ഞാനും ഇങ്ങനെയാണ് പറഞ്ഞത്. കർത്താവ്, ഇത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഹൃദയം എപ്പോഴും ലോകത്തിലെ കാര്യങ്ങളിലേക്കാണ് മടങ്ങി വരുന്നത്. ഞാൻ പറയുന്ന ഭൂമിയിൽ ഞാൻ ചെയ്യുന്ന ജോലിയെ പറ്റിയല്ല, നമ്മുടെ മൂല്യങ്ങളെ പറ്റിയാണ്. ഭൂമിയിലുള്ള ജോലി നാം ചെയ്യണം. യേശു ഒരു മരപ്പണിക്കാരനായിരുന്നു. താൻ ആ മരപ്പണി ചെയ്തപ്പം ആ മരപ്പണിയിൽ അവൻ ശ്രദ്ധയുള്ളവനായിരുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ മൂല്യബോധ്യത്തെ പറ്റിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ്, എൻ്റെ മൂല്യബോധം എപ്പോഴും സ്വർഗീയമായിരിക്കണം. ഇതെങ്ങനെ എനിക്ക് സാധിക്കും? എനിക്കെങ്ങനെ എന്നെ തന്നെ ഈ ലോകത്തിന് മരിച്ചവനായിട്ട് എണ്ണാൻ കഴിയും? ഈ ഇടത്തേക്ക് എനിക്ക് എങ്ങനെ വരാൻ കഴിയും? ഒരു മരിച്ച മനുഷ്യന് ഈ ഭൂമിയിൽ താല്പര്യമില്ലാത്ത പോലെ എനിക്ക് വായിത്തീരാനായിട്ട്. ഇതിനായിട്ട് ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ എന്നോട് പറയും, നീ പരിശുദ്ധാത്മാവോട് നിറയണം. ഞാൻ കാണുന്ന പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നതല്ല ഒരു വെല്ലുവിളിയാണ്. ദൈവം നോക്കുന്നത് എത്ര പേര് ഇത് കണ്ടെത്തിയിട്ട് എനിക്ക് ഈ ജീവിതം വേണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് നീ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് കഴിയുന്നില്ല. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഒരു പണിയാണ്, എന്നെ ആത്മാവോട് നിറയ്ക്കണേ. ഞാൻ വിശ്വസിക്കുന്നു പുതിയ നിയമം മുഴുവനും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആളുകളെ പരിശോധിക്കുന്നു, എന്നിട്ട് നോക്കുന്നു എത്ര പേര് ഈ ജീവിതത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഒന്ന്. രണ്ടാമത്, ഈ ജീവിതത്തിലേക്ക് എത്താൻ കഴിയില്ലെന്നറിയുന്നവരെ. എന്നിട്ട് ചിലരെ പോലെ നമ്മൾ അത് വിട്ടുകളയുകയല്ല. പല ആളുകളും ഇത് വായിച്ചിട്ട് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞ് അത് വിട്ടുകളയും. കർത്താവിനെ സ്വീകരിച്ച് ഞാൻ സ്വർഗത്തിലേക്ക് പോകണം, അത്രയും മതി. എന്നാൽ മറ്റു ചിലർ പറയും, ദൈവവചനത്തിൽ ദൈവം എത്രയോ താളുകളിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത് ഇത് അസാധ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കാനല്ല. അല്ല, ഇത് സാധ്യമാണ്. എന്നാൽ എന്തോ എൻ്റെ ജീവിതത്തിൽ അതിന് കുറവായിട്ടുണ്ട്. ശരിയാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവ് അത് കാണിച്ചു തരും. അത് പരിശുദ്ധാത്മാവിൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്വർഗത്തിൻ്റെ ആത്മാവിനെ കൊണ്ടുവരികയാണ്. നീ എന്തോ പോരാടി നിനക്ക് കിട്ടുന്ന ഒരു കാര്യമല്ലത്. രാത്രി മുഴുവനും നീ അധ്വാനിച്ച് അല്ല, അത് പടകിൻ്റെ വലത്തുഭാഗത്ത് നീ വല വീശുമ്പം കർത്താവ് അത് നിറയ്ക്കുന്നതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുന്നത്. ഇത് മനോഹരമായൊരു ജീവിതമാണ്. ഞാൻ പറയട്ടെ, നമ്മളാരും ഈ ജീവിതം നഷ്ടപ്പെട്ടതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഈ ദൈവവചനം വായിക്കുമ്പം അത് നിങ്ങളിൽ ഈ ജീവിതത്തിനായിട്ടുള്ള ഒരു ദാഹവും വിശപ്പും നിങ്ങളിലുണ്ടാകട്ടെ. ഇതുപോലുള്ള ദൈവവചന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അടുത്ത വാക്യത്തിലേക്ക് നിങ്ങൾ പോകരുത്. എങ്കിൽ ഈ ജീവിതത്തിനായിട്ട് ദാഹമില്ലെന്നാണ് അത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഒരൊറ്റ വാക്യം, കൊലോസ്യർ 3:2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. നിങ്ങളുടെ ഹൃദയം അവിടെ സ്ഥിരമായിരിക്കണം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളല്ല. കർത്താവെ, ഇതെനിക്ക് എങ്ങനെ ചെയ്യാൻ കഴിയും? ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈ സ്വർഗീയ മൂല്യബോധ്യം എനിക്ക് എപ്പോഴും എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? എങ്ങനെ എനിക്ക് ദൈവാഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും? മനുഷ്യൻ്റെ മാനത്തിൽ നിന്ന്, ലോകത്തിലുള്ള ആളുകൾ എന്നെ പോഴ്ത്തുന്നതിൽ നിന്ന്, മനുഷ്യൻ നടത്തുന്ന വിമർശനങ്ങൾ, എൻ്റെ പുറകിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അതെന്നെ അല്പം പോലും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് ജീവിക്കണം. സ്വർഗത്തിലുള്ളവർക്ക് ഭൂമിയിലുള്ളവർ അവരെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളതല്ല വിഷയം. ചിന്തിച്ചു നോക്കി ഇങ്ങനെ ജീവിക്കുന്നത്. ഇത് സാധ്യമാണോ? പിശാച് പറയില്ല, വചനം പറയുന്ന കഴിയുമെന്നാണ്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുപിട്ടിട്ടുള്ള വളരെ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയുകയാണ്, യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ടുള്ളൂ ഈ മൂല്യമനുസരിച്ച് ജീവിക്കുന്നവർ. എന്നാൽ ചിലരുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും അവിടെ എത്താൻ കഴിയും. വചനം പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളവനെ അന്വേഷിക്കുന്നതിൽ അവനെ കണ്ടെത്തുമെന്നാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കും. ദൈവത്തിന് ആരോടും മോഹവശമില്ല. ദൈവത്തിന് ആരോടും മോഹവശമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, മറ്റൊരാൾക്ക് ചെയ്ത് അവൻ നിനക്കും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, നമ്മൾ ആ പാട്ടിൽ പാടുന്ന പോലെ യേശുവിന് അവൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി അവൻ ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു സ്വർഗീയ മനസ്സുള്ളവനായിട്ട് ഈ ഭൂമിയിൽ നടക്കാനായിട്ട് യേശുവിനെ സഹായിച്ചെങ്കിൽ
ഈ പാട്ട് പാടുമ്പോൾ നിങ്ങളിത് ഓർക്കണം. അവൻ യേശുവിന് വേണ്ടി ചെയ്യും, നിനക്ക് വേണ്ടി ചെയ്യും. നീ അത് വിശ്വസിക്കുന്നോ? ഉണ്ടോ? എങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിക്കുക. ഏതാണ്ട് 60 കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചതിന് ശേഷവും ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുകയാണ്. അധികമായിട്ട് എനിക്ക് ജീവിതം വേണം. അതിനുവേണ്ടി എത്ര വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നതിന് കാരണം ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങയുടെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പശ്ചാത്താപമില്ലാത്തവനായിട്ട് അവിടെ നിൽക്കാൻ. അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. ഞാൻ ആ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുമ്പോൾ എനിക്കന്ന് ഒരു കുറ്റബോധവും തോന്നരുത്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ പശ്ചാത്തപിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വെളിച്ചം കിട്ടിയപ്പോൾ മുതൽ അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ കുറ്റമറ്റവനായിട്ട് എനിക്ക് നിൽക്കണം. ഞാൻ ഒത്തിരി കേട്ടു, പ്രത്യേകിച്ച് ഈ സഭയിൽ വരുന്ന നിങ്ങൾ എത്രയോ അധികം കാര്യങ്ങൾ കേട്ടു. കുറഞ്ഞത് ഇപ്പം മുതൽ നിങ്ങൾ പറയുക, കർത്താവേ, ഇനിയും തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ മുമ്പാകെ വിശ്വസ്തനായിട്ട് ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പറയുക. കുറഞ്ഞ പക്ഷം ഇന്നു മുതൽ അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങളുടെ ജീവിതത്തെ അവൻ ശോധന കഴിക്കും. അന്നൊരു പ്രത്യേക ദിവസം മുതൽ നിങ്ങൾ ജീവിച്ച വിധത്തെ ഓർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപം തോന്നരുത്. നിങ്ങൾ ക്രിസ്തുവിലുള്ള ജയത്തോടെ ജീവിക്കണം. കാരണം അവൻ എന്നെ ഒരു സ്വർഗീയ മനസ്സുള്ളവനാക്കി തീർത്തു. ഇങ്ങനെ ഒരു ജീവിതം സാധ്യമാണ്. അതിൻ്റെ ഒന്നാമത്തെ പടി ഇത് നിങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുകയും അതിനുവേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുക. അവൻ ഒരു മുഖപക്ഷവുമല്ല. അവൻ യേശുവിന് വേണ്ടി എന്തു ചെയ്തു അതുതന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. യേശുവിനെ അവൻ എങ്ങനെ കരുതിയോ അതുപോലെ നിങ്ങളെ അവൻ കരുതും. ഈ സത്യം ഞാൻ വിശ്വസിച്ചപ്പം എൻ്റെ ജീവിതത്തെ അത് മാറ്റി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദയവായിട്ട് നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകാൻ ഇടയാക്കരുത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ എത്രമാത്രം ആശയക്കുഴപ്പമാണ് പിശാച് സൃഷ്ടിച്ചിരിക്കുന്നത്. വചനത്തിൻ്റെ താളുകൾ ഓരോന്നോരോന്നായിട്ട് വായിക്കുമ്പോൾ ഓരോരോ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവർ പറയും ഇതൊന്നും സാധ്യമായ കാര്യമല്ല. പിശാചിനെ നാം എതിർത്തുകൊണ്ട് വേണം. ദൈവവചനത്തിൽ എന്തൊക്കെ പറയുമോ അതൊക്കെ സാധ്യമാണ്. അവിടുത്തെ കൽപ്പനകളൊന്നും അസാധ്യമല്ല. അവൻ്റെ കൽപ്പനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാണെന്ന് പറയുന്ന ഒരു ജീവനുള്ള സാക്ഷികളായിരിക്കണം നമ്മൾ. കർത്താവെ, അങ്ങനെ അവിടുത്തെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.